ഖമനൈ കുറേ കാലമായി കാര്യമായി കേൾക്കാനില്ലാത്ത ശബ്ദമാണ്. ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ഭൂമിക്കടിയിലെ ഏതോ ബങ്കറിലായിരുന്ന ഖമനൈ പതുക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം സ്ഥാനം ഒഴിയാൻ പോകുന്നു, മകൻ അടുത്ത ഖമനൈയായി വരാൻ പോകുന്നു, അയത്തുള്ള ആയി വരാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് IRGCയുടെ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അമീർ അലി ഹാജി സാദത്ത് ഒരു ഭീഷണി മുഴക്കിയിരുന്നു. ഇസ്രായേലിനെ കൃത്യസമയത്ത് ഞങ്ങൾ പാഠം പഠിപ്പിക്കും. അത് മിനിഞ്ഞാന്നായിരുന്നു. ഇന്നലെ ഖമനൈ എന്ന് പറയുന്ന ഈ താടിക്കാരൻ അപ്പൂപ്പൻ വീണ്ടും എന്ന് പറഞ്ഞിരിക്കുന്നു അമേരിക്കയെ പാഠം പഠിപ്പിക്കും. അങ്ങനെ ജനറൽ ഇസ്രായേലിനെയും തമ്പുരാൻ അമേരിക്കയും പാഠം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് ഖമനൈയുടെ പദ്ധതി? അതായത് വാൾ സ്ട്രീറ്റ് ജേണൽ, അതേപോലെ വാഷിങ്ടൺ പോസ്റ്റ്, ഈ രണ്ട് വാൾ സ്ട്രീറ്റ് ജേണലും വാഷിങ്ടൺ പോസ്റ്റും സംശയലേശമില്ലാത്ത രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ചേർന്നിട്ട് ഇറാൻ്റെ ഈ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അറ്റാക്ക് ചെയ്യും എന്നൊരു ഏകദേശം ഉറപ്പിച്ചു. അത് പരസ്യമായി പറഞ്ഞല്ലോ. ട്രംപും പറഞ്ഞു അവിടുത്തെ ന്യൂക്ലിയർ സംവിധാനം, അതായത് നെതാൻസ്, ഫാർദോ തുടങ്ങിയ വളരെ ആക്റ്റീവായിട്ടുള്ള രഹസ്യമായി മല തുറന്നുള്ളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആണവ റിയാക്ടറുകൾ നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് അത്ര ആലോചിക്കാനൊന്നുമില്ല. ഒക്ടോബർ 26 നടന്ന ആക്രമണത്തിൽ ഇസ്രായേൽ അവരുടെ എയർ പവർ ഏകദേശം ഇല്ലാതാക്കി, വ്യോമ പ്രതിരോധം തകർത്തു. പ്രാച്ചിൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു രഹസ്യ ന്യൂക്ലിയർ ഗവേഷണ കേന്ദ്രം ഉണ്ടായിരുന്നു, അത് തകർത്ത് കളഞ്ഞു. അപ്പോൾ അത് പക്ഷേ ഇസ്രായേൽ ഒഫീഷ്യലായിട്ട് UN അറ്റോമിക് എനർജി കമ്മീഷനെ ഒന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് ഈ ഇറാൻ വന്നില്ല. ഇറാനെ പറ്റി പ്രാച്ചിലുണ്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല. അത് ചില ഈ കള്ളനോട്ടുകാരുടെ കള്ളപ്പണക്കാരുടെയാണ്. കള്ളപ്പണക്കാരുടെ വീട്ടിൽ കള്ളം കയറി പൈസ കൊണ്ടുപോകും, പക്ഷെ അവർ പരാതിപ്പെടില്ല. അക്കൗണ്ടഡ് മണി അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ രണ്ടു കൂട്ടർക്കും, അവിടുത്തെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ കമാൻഡർക്കും അതേപോലെ ആയത്തുള്ള ഖമനൈക്കും ആകെ വല്ലാതെ ഹാലിളകിയിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഇസ്രായേലോ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനെപ്പറ്റി യാതൊരു ഭയവുമില്ല. അതിനെ നേരിടാനായിട്ട് ഞങ്ങൾ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്നൊരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ഡ്രോൺസ് ഒരേ സമയം, ഡ്രോൺസ് ആൻഡ് ലോ കോസ്റ്റ് മിസൈൽസ് ഒരേ സമയം ഇസ്രായേലിലേക്ക് അയക്കും. ഇപ്പോൾ പണ്ട് 100 അയച്ചിരുന്നത്, അല്ലെങ്കിൽ 150 അയച്ചിരുന്നത്. അത് തന്നെ കുറേയൊക്കെ ഇസ്രായേൽ ചേർത്ത് നിന്നാലും വേറെ ചിലതൊക്കെ അവിടെ എത്തും, ആക്രമണം നടത്തുന്നതിൽ വിജയിക്കും എന്നുള്ളതാണ് അവസ്ഥ. ഞങ്ങൾ ഇനി അയക്കാൻ പോണത് 100 150 അല്ല, ആയിരക്കണക്കിനായിരിക്കും. ആയിരക്കണക്കിന് ഞങ്ങൾ ഒരുമിച്ച് അയച്ചു കഴിഞ്ഞാൽ, അതായത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 അനുസരിച്ച്, ആ പദ്ധതി അനുസരിച്ച് ആയിരക്കണക്കിന് ഡ്രോൺസും ലോ കോസ്റ്റ് മിസൈൽസും ഞങ്ങൾ ഒരുമിച്ച് അയച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ത് ചെയ്യുമെന്ന് പറയണേ. അവരുടെ അയൺ ഡോം ഇതിനെല്ലാത്തിനെയും ഒരുമിച്ച് തകർക്കാനായിട്ട് അവർ പറയുന്നൊരു കാര്യമുണ്ട്. കാരണം നെതന്യാഹുവിൻ്റെ കടൽ തീരത്തെ വീട്ടിലേക്ക് ഒരു ഡ്രോൺ വന്ന് ജനാലച്ചില്ലുകളൊക്കെ തകർത്തു. ഡ്രോണിനെ അയൺ ഡോം ഒന്നും ഉപയോഗിച്ച് അങ്ങനെ പ്രതിരോധിക്കാൻ കഴിയില്ല. അപ്പോൾ അത് വന്നതാണെങ്കിൽ യമനിൽ നിന്ന്, അത്രയും ദൂരെ നിന്ന് വന്നതാണ്. എന്നിട്ടും അത് അടുത്ത് വന്നു വീണ് പൊട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ പദ്ധതിയാണ് ഞങ്ങൾ ഇനി ആസൂത്രണം ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. അതായത് ആയിരക്കണക്കിന് ഒരുമിച്ചങ്ങ് വിടും. അപ്പോൾ അയൺ ഡോം ഉണ്ടെങ്കിൽ പോലും അത് ചെറുത്ത് നിന്നാലും കുറേയൊക്കെ ചിലപ്പോൾ അവർക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റും, പക്ഷേ എല്ലാം തകർക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കില്ല. അതാണ് ഞങ്ങളുടെ അടുത്ത സ്ട്രാറ്റജി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ അമേരിക്ക ആക്രമിച്ചാലും ഇസ്രായേൽ ആക്രമിച്ചാലും ആദ്യം ആക്രമിക്കാൻ പോണത് ഇസ്രായേലിനെയാണ്, ഇസ്രായേലിലേക്ക് വിടും. പിന്നെ ഒരു കാര്യമുള്ളത്, അപ്പോൾ ആദ്യത്തെ ഞങ്ങളുടെ ആക്രമണം ഇസ്രായേലിനെതിരെ ആയിരിക്കും. പിന്നെ ഇപ്പോൾ അവർ ഈ ഡ്രോണിൻ്റെ വലിയൊരു സഞ്ചയം അവരുടെ അടുത്തുണ്ട്. ഈ റഷ്യക്ക് പോലും അവർ ഡ്രോൺസ് കൊടുത്തായിരുന്നു. യുക്രൈനെ ആക്രമിക്കാനായിട്ട് ഡ്രോൺസ് കുറേ ഇറാൻ കൊടുത്തിരുന്നു. അപ്പോൾ ഡ്രോണിൻ്റെ കാര്യത്തിൽ അവർ ഒരു വലിയ പവറാണ് ഇറാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രേറ്റ് പ്രോഫറ്റ് വാർ ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് ഈയിടെ കുറേ മിലിറ്ററി എക്സർസൈസസ് ഒക്കെ നടത്തി അവരുടെ ഡ്രോൺ പവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അപ്പോൾ IRGC കമാൻഡർ അമീർ അലി ഹാജിസാദെ ആണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു അഗ്നിഗോളമാക്കി മാറ്റാനായിട്ട് ഞങ്ങൾക്ക് കഴിയും. അത് ഞങ്ങൾ ആ അവസരം നഷ്ടപ്പെടുത്തില്ല. ഇവിടെ ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്ക ഇറാനെതിരെ എന്ത് ആക്രമണം നടത്തി കഴിഞ്ഞാലും മിഡിൽ ഈസ്റ്റ് ഒരു അഗ്നിഗോളമായിട്ട് മാറും എന്നാണ് അവരുടെ കമാൻഡർ പറഞ്ഞിരിക്കുന്നത്, IRGCയുടെ കമാൻഡർ.
പിന്നെ ഇനിയിപ്പോൾ ഇസ്രായേൽ വേണ്ട, അമേരിക്ക തന്നെ വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. അമേരിക്ക വന്ന് ഇവിടെ ആക്രമിച്ചാൽ അമേരിക്ക ദൂരെയാണ് കിടക്കണമെന്നൊന്നും വിചാരിക്കേണ്ട. ഞങ്ങൾക്ക് വേറെ ടാർഗറ്റ്സ് ഉണ്ട്. അതായത് അമേരിക്കയുടെ ബേസസ് അടുത്ത് തന്നെയുണ്ട്. ഉദാഹരണത്തിന് ബഹ്റിനിൽ, അവിടെയാണ് ഫിഫ്ത്ത് ഫ്ലീറ്റ്, US 5th ഫ്ലീറ്റ് സ്റ്റേഷൻഡ് ആയിട്ടുള്ളത് അവിടെയാണ്, ബഹ്റിനിൽ. അതേപോലെ ഖത്തറിലാണെങ്കിൽ ഉദയ്ദ് എയർഫോഴ്സ് ബേസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി ഞങ്ങൾക്ക് എന്തെങ്കിലും സൂയിസൈഡ് മിഷൻ നടത്താനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇവിടേക്ക് എന്തെങ്കിലും ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അമേരിക്കയുടെ ഈ പരിസരത്തുള്ള ബേസുകളൊക്കെ ഞങ്ങൾ തകർക്കും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതായത് ബഹ്റൈനിലും ഈ ഖത്തറിലും ഉള്ള US-ൻ്റെ എന്തെല്ലാം പ്രോപ്പർട്ടീസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെല്ലാം ബേസസ് ഉണ്ടോ, മിലിറ്ററി ബേസസ് ഉണ്ടോ, എയർഫോഴ്സ് ആയാലും നേവി ആയാലും, അല്ലെങ്കിൽ നേവിയുടെ 5th ഫ്ലീറ്റൊക്കെ, അതെല്ലാം ഞങ്ങൾ ആക്രമിക്കും. അതിപ്പോൾ ഒരു സൂയിസൈഡ് മിഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ പേരെ നശിപ്പിക്കാനോ കുറേ പേരെ ആക്രമിക്കാനോ ഒന്നും പ്രയാസമില്ല. മാത്രമല്ല 40,000 US ട്രൂപ്സ് ഈ മിഡിൽ ഈസ്റ്റിൽ ഉണ്ട്. അവരെയൊക്കെ ആക്രമിക്കാനായിട്ട്, പ്രത്യേകിച്ച് സൂയിസൈഡ് മിഷൻ ഉപയോഗിച്ച് ആക്രമിക്കാനായിട്ട് ഞങ്ങൾക്ക് പ്രയാസമില്ല. അപ്പോൾ ഇസ്രായേലോ അല്ലെങ്കിൽ അമേരിക്കയോ ഇറാനെ ആക്രമിച്ചു, ഇറാൻ വളരെ ദുർബലമാണ്, ഇറാൻ്റെ ഫയർ പവറും എയർ പവറും കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആരും ഇങ്ങോട്ട് ആക്രമിക്കാൻ വരേണ്ട. ഇപ്പോഴും മിഡിൽ ഈസ്റ്റിനെ ഒരു അഗ്നിഗോളമാക്കി മാറ്റാനായിട്ട് ഞങ്ങൾക്ക് കഴിയും എന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു പദ്ധതി കൂടിയുണ്ട്. റഷ്യയുമായിട്ട് വളരെ ലോഹ്യത്തിലാണ് ഇപ്പോൾ. റഷ്യയുമായിട്ട് ഏത് രീതിയിലും സഹകരിക്കാൻ തയ്യാറാണ്. പിന്നെ റഷ്യയ്ക്ക് ഇറാനോട് കുറച്ച് ഓബ്ലിഗേഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുക്രൈനുമായിട്ട് യുദ്ധം നടക്കുമ്പോൾ റഷ്യയ്ക്ക് ആയുധങ്ങൾ കൊടുത്തു, അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രോൺസ് കൊടുത്തു. അങ്ങനെയൊക്കെ ചെറിയൊരു ഓബ്ലിഗേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ S-400 എയർ ഡിഫൻസ് സിസ്റ്റം, അതേപോലെ Su-35 സുഖോയ് 35 വിമാനങ്ങൾ, ഇത് റഷ്യയിൽ നിന്നും കിട്ടും എന്നാണ് ഇപ്പോൾ ഇറാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാനിൽ നിന്ന് ഈ സാധനങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയെ നേരിടാനും ഇസ്രായേലിനെ നേരിടാനും പ്രശ്നമില്ല. ഇസ്രായേലിനെ നേരിടാനാണ് ഈ പറയുന്ന ട്രൂ പ്രോമിസ് 3 എന്ന് പറയുന്ന മിഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഞങ്ങൾ ഉപയോഗിക്കും. അങ്ങനെ ഞങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ലെന്നാണ്. അല്ല, ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ 1-2 ഒബ്സർവേഷൻസ് ഞാൻ പറയാം. ഒന്ന്, ഇറാൻ വല്ലാതെ ഭയപ്പെടുന്നു. അമേരിക്ക, ഇസ്രായേൽ ഒറ്റയ്ക്കോ സംയുക്തമായോ തങ്ങളെ ആക്രമിക്കുമെന്നുള്ള ഭയമുണ്ട്. അതുകൊണ്ട് ഇവർ അഡ്വാൻസ് ചെയ്ത് പറയുന്നു ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യും. കാരണം ഇന്നതൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ സ്ട്രാറ്റജി മുഴുവൻ പറഞ്ഞിരിക്കുക. ലോകത്തൊരാളും തങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആരോടും പറയാറില്ല. ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലുള്ള അവരുടെ മിലിറ്ററി ബേസുകൾ സൂയിസൈഡ് ബോംബർ ചാവേർ ആക്രമണം നടത്തി തകർക്കുമെന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ കരുതൽ പ്രതിരോധ നടപടി എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ 1000 മിസൈൽ 1000 ഡ്രോണുകൾ അയക്കും എന്ന് ഇസ്രായേലിനോട് പറഞ്ഞാൽ ഇത് മുന്നിൽ കണ്ട് ഇസ്രായേൽ അതിനുള്ള പ്രതിവിധി ഇപ്പോൾ തന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ അതൊരു ശരിക്കും നടപ്പാക്കാനുള്ള പദ്ധതി ഉണ്ടെങ്കിൽ ഈ കവലച്ചട്ടമ്പിമാർ വഴി നിന്നിട്ട് നീ വാടാ ഞാനിപ്പോൾ ശരിയാക്കും എന്നൊക്കെ പറയുന്ന ആളുണ്ടോ. അതുപോലെ വെറുതെ വീരസ്യം മുഴക്കലാണ് എന്ന് തോന്നും. ഭയത്തിൽ നിന്നാണ് ഇറാൻ്റെ ഈ പ്രതികരണം. ഭയത്തിൽ നിന്ന്, അതേപോലെ ഡെസ്പറേഷൻ, നിരാശ, വലിയ നിരാശയ്ക്ക് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവരുടെ പ്രതീക്ഷ ഇപ്പോൾ S-400 സുഖോയ് വിമാനമൊക്കെ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. S-400 നമ്മൾ കാശടച്ചിട്ട് ഇതുവരെ നമുക്ക് ഇനി 2 സ്ക്വാഡ്രോൺ കിട്ടാനുണ്ട്. കാരണം തരാൻ ഇപ്പോൾ റഷ്യയുടെ കയ്യിലില്ല. അവർ ഉക്രൈനിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം പണം വാങ്ങിയാൽ നമുക്കൊക്കെ തന്നിട്ട് ഇറാന് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ജിയോ പൊളിറ്റിക്സ് വലിയൊരു മാറ്റം വരുന്നുണ്ട്. അതായത് ട്രംപ് ഇങ്ങനെ പുട്ടിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. പുട്ടിന് വേണ്ടിയിട്ട് ഇന്നലെ പറഞ്ഞിരിക്കുന്നു സെലൻസ്കിയോട്, ഇയാളുള്ള സമയത്ത് യുദ്ധം നിർത്തുക, അല്ലെ തനിക്ക് ഒളിക്കാനൊരു രാജ്യം പോലും ഉണ്ടാവത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ ട്രംപ് പുട്ടിനുമായി ഇത്രയും ആത്മാർത്ഥമായ, ഏതാണ്ട് പ്രണയാതുരമായ ഒരു നിലപാടെടുക്കുകയാണ്. ആരാധനയാണ് ട്രംപിനെന്ന് പറയപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ അമേരിക്കയെ ആക്രമിക്കാൻ വേണ്ടി ട്രംപിനെതിരെ പുട്ടിൻ്റെ സഹായം കിട്ടും എന്നുള്ള ഇറാന്റെ പ്രതീക്ഷയ്ക്ക് ഒരു മങ്ങലേൽക്കുന്നുണ്ട്. ഇറാനെ ഡെസ്പറേറ്റ് ആക്കുന്ന ഒരു ഫാക്ടർ അതാണ്. ട്രംപും പുട്ടിനും തമ്മിൽ അടുപ്പമുണ്ടാവുന്നു. ട്രംപും പുട്ടിനും മുറിയിൽ കയറിയിട്ട് 3.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങി. അതെ, ഇത് വല്ലാതെ വിറപ്പിക്കുന്നത് ഖമനേയിയാണ്. ഇനി ഞാൻ കണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവർ പറയുന്നത് എന്താണ്, ഞങ്ങൾ S-400 ഒക്കെ കിട്ടും. കാരണം F-300 അവരുടെ ഉണ്ടായിരുന്നു, അത് മുഴുവൻ നശിപ്പിച്ചു. F-300 എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് തന്നെ അവർ റഷ്യ ഉപേക്ഷിച്ച സാധനമാണ്. എന്നിട്ടാണ് S-400 പോയത്. അതാണ് അന്നത്തെ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് കൊടുത്ത S-300 ആയിരുന്നു അവരുടെ വ്യോമ പ്രതിരോധത്തിലുണ്ടായിരുന്നത്. മാരുതി 800 പോലെയായിരുന്നു. അത് മുഴുവൻ ഇസ്രായേൽ പോയി തകർത്തു. ഇപ്പോൾ ഇല്ല, വ്യോമ പ്രതിരോധം ഇല്ല. മറിച്ച് മാത്രമല്ല, ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഡ്രോണുകൾ അയക്കും, ലോക്കൽ മെയ്ഡ് മിസൈലുകൾ അയക്കും. എന്ത് പറഞ്ഞാൽ അന്ന് ഇസ്രായേൽ പറഞ്ഞത് ശരിയാണ്, ഇവരുടെ
ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങൾ പാടെ തകർന്നുപോയി. അതുണ്ടാക്കാനുള്ള ഫാക്ടറികളുമില്ല. ഇനിയിപ്പോൾ ഈ ആളുകൾ ഈ വാണക്കുറ്റി ഉണ്ടാക്കുന്ന പോലെ ലോക്കൽ സാധനങ്ങൾ ഉണ്ടാക്കി വിടാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇറാൻ്റെ ഒരു നിസ്സഹായാവസ്ഥ വിളിച്ചു പറയുന്നുണ്ട്. വല്ലാതെ ഭയന്നിട്ട് ഞങ്ങളുടെ ഇതൊക്കെ ഉണ്ട്, ഞങ്ങളെ ഒന്നും ചെയ്യരുതേ എന്ന് പറയുന്നതായിരിക്കാം. അല്ല, നേരത്തെ ഈ ഇസ്രായേൽ തന്നെത്താൻ ഒറ്റയ്ക്ക് ആക്രമിച്ചിട്ടും ഇസ്ഫഹാൻ എന്നൊക്കെ പറയുന്ന സ്ഥലമൊക്കെ അടിച്ച് നിരപ്പാക്കിയിട്ടും ഇറാൻ അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ അമേരിക്കയും ഇസ്രായേലും കൂടി ഒരുമിച്ച് ഇറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഈ ഇറാനെ ഡെസ്പറേറ്റ്. ഒക്ടോബർ 26-ന് ഏതാണ്ട് 120ഓളം വിമാനങ്ങളാണ്, അതായത് ഇന്റർസെപ്റ്റർ, പിന്നെ ഈ പറഞ്ഞ പോലെ അറ്റാക്ക് വിമാനങ്ങൾ, അതിൻ്റെ എസ്കോട്ട്സ്, ഫ്യൂവൽ ടാങ്കറുകളെല്ലാം കൂടെ പറന്നു ചെന്ന്, എന്നിട്ട് ഒരെണ്ണത്തിൽ പോലും ഒരു ബുള്ളറ്റ് പോലും കൊള്ളിക്കാൻ ഇറാന് കഴിഞ്ഞില്ല. അത് മണിക്കൂറുകൾ അവിടെ സ്വന്തം ഇപ്പം നമ്മുടെ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇവിടുത്തെ വിമാനങ്ങൾ അവരവരുടെ സൗകര്യത്തിന് വരുന്നു പോകുന്ന പോലെയാണ് പെരുമാറിയത്. എന്നിട്ടൊന്നും ചെയ്യാൻ കഴിയാത്ത ഇറാനാണ് ഇതൊക്കെ പറയുന്നത്. അപ്പം ഖമനയെ സംബന്ധിച്ച് ഖമനയുടെ ഈ കാൽക്കീഴിൽ നിന്ന് മണ്ണ് മുഴുവൻ പോയി. അദ്ദേഹം കുറേ കാലമായി കുഴി കിടക്കുകയാണ്. പക്ഷേ ഈ ഈ ക്ഷീണാവസ്ഥയിലും ചില കാരണവന്മാർക്ക് ചില മോഹങ്ങൾ വരുന്നു എന്ന് പറയുന്ന പോലെ ഖമനയുടെ വല്ലാത്ത കാലത്തെ പൊല്ലാപ്പ് പിടിച്ച മോഹങ്ങളാണ്. വല്ലാതെ ഭയക്കുന്നുണ്ട്. ഖമനയി സ്വപ്നം കാണട്ടെ, നമുക്ക് യുദ്ധം ഒരിടത്തും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഖമനയുടെ പോലെയുള്ള ഒരു ഭരണം മാറി ഇറാനിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പാരീസിൽ സ്ത്രീകളുടെ ഒരു പ്രകടനം കണ്ടു. സ്ത്രീകൾ ടോപ്ലെസ് ആയിട്ട് പ്രകടനം നടത്തും. അവർ പറയുന്നത് ഇറാനിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ്. ഇറാനിലേക്ക്. അപ്പോൾ ഇറാനിലെ സ്ത്രീകളും ഒക്കെ അനുഭവിക്കുന്ന ഒരു നരകയാതനയുണ്ട്. ഈ താടി വെച്ച കിരാതനായ ഭരണാധികാരി മൂലം അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന നരകയാതന അവസാനിക്കണമെന്ന് ലോകത്തിലെ എല്ലാ ജനാധിപത്യവാദികൾക്കും ആഗ്രഹമുണ്ട്. അത് സാധിക്കട്ടെ. അതെ, ഈ ഗവൺമെന്റ് പോയാൽ അത് സാധിക്കും. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.